വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ വ്യക്തി അധിക്ഷേപത്തിനിരയാകുന്ന ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകനല്ല താനെന്ന് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്. വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് അഡ്വക്കേറ്റ് നൂർബിന റഷീദ്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെയും അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ മോഹനപ്രിയയുടെയും സാന്നിധ്യത്തിൽ ജനകീയ സിംഹാസനത്തിലിരുന്ന് വോട്ടർമാർ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലെത്തുന്ന കോൺഗ്രസ് ദേശീയ നേതാക്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ പറയുന്നില്ലെന്ന് CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം. വേനൽ ചൂടിൽ നഗരത്തിലെത്തുന്നവർക്ക് ആശ്വാസമായി കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സംഭാര വിതരണം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ വ്യക്തി അധിക്ഷേപത്തിന് ഇരയാകുന്ന ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകനല്ല താനെന്ന് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളോട് യോജിക്കില്ലെന്നും റിയാസ് പറഞ്ഞു. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമായും വ്യക്തിപരമായി നല്ല ബന്ധം വെച്ച് പുലർത്താൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യക്തിപരമായ ഒരു ശത്രുത ഒരാളുമായിട്ടില്ല. സമന്നതരായ നേതാക്കളുണ്ട്, പല രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നുണ്ട്. വ്യക്തിപരമായ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയം ശക്തമായി പറയാനുള്ള ശ്രമമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ചിലരുടെ ധാരണ പണത്തിന് മേലെ തെരഞ്ഞെടുപ്പിൽ പരുന്തും പറക്കില്ല എന്നാണ്. എന്നാൽ പണത്തിന് മേലെ ബേപ്പൂർ പറക്കും എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുക. ജനാധിപത്യമാണ്, ജനങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ആ നിലയിൽ 82,000 എന്ന സർവകാല റെക്കോർഡ് വോട്ടിനേക്കാൾ എത്രയോ അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കും എന്നുള്ളതാണ് 3 റൗണ്ട് പ്രചരണ പ്രവർത്തനം ഇന്നലെ അവസാനിച്ചതിന്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം ചോദ്യം ചെയ്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാണക്കാട് തങ്ങൾക്ക് യൂത്ത് ലീഗിന്റെ നിലവാരമേ ഉള്ളൂവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്തരം വ്യക്തി അധിക്ഷേപങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ലെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം അഡ്വക്കേറ്റ് നൂർബിന റഷീദ് രാജിവെച്ചു. പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരെ പരിഗണിക്കുന്നില്ലെന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവർ പാർട്ടിക്ക് ദുരന്തമാകുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്രയും കാലം ഈ 2026 ഞാൻ വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. എന്നിൽ അർപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അതിമനോഹരമായി നിർവഹിച്ചു. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി എന്നോട് പറഞ്ഞത് ഞങ്ങൾ വിന്നബിലിറ്റി സീറ്റാ നോക്കുന്നത്. വിന്നബിലിറ്റി എന്താണ്? സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം, 2 ദുരന്തങ്ങളാണ്. ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ രണ്ടാമത് വന്നൊരു ദുരന്തം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ബൈഡൻ ആയിരുന്നെങ്കിൽ ആ ബൈഡനെ ബുദ്ധിയില്ലാന്നും മറ്റും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഓളങ്ങളിലൂടെ സൃഷ്ടിച്ചുകൊണ്ട് കമലാ ഹാരിസിനെ പുറത്തിറക്കി ട്രംപ് അധികാരത്തിലേറി വന്നു. ആ ട്രംപിനെ കൊണ്ട് ഇന്ന് അമേരിക്കയും ബുദ്ധിമുട്ടാ, ലോകരാജ്യങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടാ. നമ്മുടെ കൊച്ചു കേരളത്തിലൊരു സമൂഹ മാധ്യമങ്ങളിലൂടെ വിജയിച്ചു വന്നൊരു MLA ഉണ്ട് നമുക്ക് പാലക്കാട്. ആ MLA നിർത്തുമ്പോഴും ഇതേപോലെ തന്നെ നിർത്തരുത് എന്ന് പാർട്ടിക്കകത്ത് അതിശക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ എന്താ, സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളാണ്, സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കുന്നത്.
അതിലൂടെ വിജയം വരിക്കാം. പക്ഷെ ആ MLA വിജയിച്ചു വന്നിട്ട് കേരളത്തിലെ സ്ഥിതി എന്താണുള്ളത്? കേരളത്തിലെ സ്ഥിതി ഒരുപാട് സ്ത്രീകളുടെ കണ്ണീര് കുടിക്കേണ്ടി വന്നു. ഇല്ല, പാർട്ടി ഇവിടെ ഇല്ലല്ലോ. പാർട്ടി എനിക്കല്ലേ, എനിക്ക് ഏത് പാർട്ടിയിലും പിന്നെ നാളത്തെ സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ലീഗായിരിക്കും. കാരണം അതുകൊണ്ട് തന്നെയാണ് നാളെ എന്നുള്ള വിശ്വാസത്തിലല്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, ഇന്നുകളിലാണ് ജീവിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെയും അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ മോഹനപ്രിയയുടെയും സാന്നിധ്യത്തിൽ ജനകീയ സിംഹാസനത്തിലിരുന്ന് വോട്ടർമാർ. കോഴിക്കോട് മിഠായിത്തെരുവിലെ SK പൊറ്റക്കാട് പ്രതിമയ്ക്ക് സമീപമാണ് കൗതുകമുണർത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ സ്വീപ്പ് സെല്ലിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനാധിപത്യത്തിലെ യഥാർത്ഥ അധികാരികൾ ജനങ്ങളാണെന്ന സന്ദേശം കൈമാറുന്നതായിരുന്നു പരിപാടി. നമ്മൾ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ സേവകരെയാണെന്നും നാടിന്റെ വിധി നിർണയിക്കുന്നത് വോട്ടെടുപ്പെന്ന മഹത്തായ പ്രക്രിയയാണെന്നുമുള്ള സന്ദേശമാണ് പരിപാടിയിലൂടെ കൈമാറുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. എൻ്റെ റിക്വസ്റ്റ് വളരെ സിമ്പിളായിട്ടാണ്, ഈ പവർ നിങ്ങൾ എല്ലാവരും മനസ്സിലാവും. സിംഹാസനിൽ ആരുണ്ട്? ജനങ്ങളാണ്. ഡെമോക്രസിയിലെ അതല്ലേ വാല്യൂ. നമുക്ക് കേരളത്തിലെ എല്ലാവർക്കും അറിയാം, ഡെമോക്രസിയിലെ ഏറ്റവും ഒരു ഹയസ്റ്റ് റിക്കഗ്നീഷനും അക്സെപ്റ്റൻസ് ഉള്ള സ്ഥലമാണ് ഇന്ത്യയിലെ കേരളം. ഈ കേരളത്തിൽ നമുക്ക് ജനങ്ങളുടെ വോട്ടിൽ മാത്രമല്ല, വോട്ടിങ്ങിൻ്റെ പവർ എന്താണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ വേണ്ടി ഒരു നന്നായിട്ടൊരു പരിപാടി, ഒരു ഐഡിയ നമുക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഇപ്പോൾ രാജാവ് കാലമല്ല, നമുക്ക് ഡെമോക്രസിയുടെ പാർട്ടാണ്. ഡെമോക്രസിയിൽ എങ്ങനെ നമുക്ക് മൂവ്മെൻ്റ് ഉണ്ട് അതാണ് മെസ്സേജ്. സോ ഒരു രാജാവ് നമുക്കില്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും രാജാവാണ്. നിങ്ങൾ എല്ലാവരും ഒരു കസേര ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പവർ മനസ്സിലാവും. പക്ഷെ ആ പവർ എങ്ങനെ യൂസ് ചെയ്യാം? 9-ാം തീയതി വോട്ട് ചെയ്യണം. നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിൽ നമുക്കെല്ലാവരും റെഡിയാണ്, പോളിംഗ് സ്റ്റേഷൻ റെഡിയാണ്. വളരെ സ്മൂത്തായിട്ട് വോട്ടിംഗ് പരിപാടി ഉണ്ടാവും. രാവിലെ വന്നത് സ്മൂത്തായിട്ട് വോട്ട് ചെയ്യണം, പോവാം. വിവിധ പ്രായത്തിലുള്ളവർ സിംഹാസനത്തിലിരുന്ന് പ്രചരണത്തിൽ പങ്കാളികളായി. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒപ്പീനിയൻ വാളും ഇലക്ട്രൽ ഓഫീസ് തയ്യാറാക്കിയ ഇലക്ഷൻ കോസ്റ്റ്യൂം ഗെയിം ബോർഡും ഒരുക്കിയിരുന്നു. ജില്ലാ കളക്ടറുടെ ഇന്റേൺസിന്റെ ഫ്ലാഷ് മോബും അരങ്ങേറി. സ്വീപ് സെൽ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ A. നിജീഷ് സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ. വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്. സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ. ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി. മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDF-നൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. We will treat you well. Astor Men's Hospital, Calicut.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലെത്തുന്ന കോൺഗ്രസ് ദേശീയ നേതാക്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ പറയുന്നില്ലെന്നും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഇടതുമുന്നണിക്കെതിരെ നടത്തുന്ന അടിസ്ഥാനരഹിതമായ പ്രസ്താവന ഏറ്റുപറയുകയാണെന്നും CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യം ഖാർഗെയാണ് ഒന്നൊരു വലിയ പ്രസംഗം നടത്തിയത്. രാഹുൽ ഗാന്ധി വന്ന് കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചു. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോടല്ല അവർ പ്രതികരിച്ചു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി പറയുന്ന അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ആവർത്തിക്കുകയാണ്. ആ പ്രസംഗങ്ങൾ തയ്യാറാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ്. അവർക്ക് ദേശീയ നേതാക്കന്മാരുടെ നിലവാരത്തിന് പോലും ചേരാത്ത രീതിയിലാണ് അവർ അവതരിപ്പിച്ചത്. ഉദാഹരണത്തിന് ഖാർഗെ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ മദ്യഷാപ്പുകൾ വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ ഒരു ദേശീയ നേതാവ് പറയേണ്ട ഒരു കാര്യമേ അല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പാട്ടുപാടി പരിഹസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അന്വേഷണം നടത്തേണ്ടതെന്നും എളമരം കരീം പറഞ്ഞു. പ്രതികൾ രാഹുൽ ഗാന്ധിയുടെ അമ്മയോടൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നു. അതിസുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ അവർ എങ്ങനെ എത്തി? പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യക്ക് പറയാൻ കഴിയാത്തത് മോദിയുടെ എന്തോ രഹസ്യം നെതന്യാഹുവിന്റെ കയ്യിലുള്ളതുകൊണ്ടാണെന്നും FCRA ബിൽ ഭേദഗതി കൂടുതൽ ഗുരുതരാവസ്ഥ ഉണ്ടാക്കുമെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ നിലപാടുകളിലും ധാർമ്മികതയിലും തകർന്നു കിടക്കുന്ന കോൺഗ്രസിന് വോട്ട് ചോദിക്കാനുള്ള അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SK പൊറ്റക്കാട് കൾച്ചറൽ സെന്റർ വനിതാവേദി അതിരാണിപ്പൂ കയ്യെഴുത്ത് മാസിക പുറത്തിറക്കി. സാഹിത്യകാരൻ പൂനൂർ K കരുണാകരനിൽ നിന്നും ഗായിക സിന്ധു പ്രേംകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. SK പൊറ്റക്കാട് കൾച്ചറൽ സെന്റർ വനിതാവേദിയുടെ നേതൃത്വത്തിൽ കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം നടന്നു. സാഹിത്യകാരൻ പൂനൂർ K കരുണാകരൻ പ്രകാശനം നിർവഹിച്ചു. പിന്നണി ഗായിക സിന്ധു പ്രേംകുമാർ കയ്യെഴുത്ത് മാസിക ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ അതിശയം തോന്നിയത് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും സ്ത്രീകളാണെങ്കിലും പല രൂപങ്ങളിൽ, അതായത് അമ്മയായും സഹോദരിയായിട്ടും അമ്മമ്മയായിട്ടും ഒക്കെ വളരെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ പോകുന്ന ആളുകളാണ്. ഗീതാന്റി പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അതിൽ നിന്നെല്ലാം എല്ലാവരും അതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ഈ തിരക്കേറിയ ജീവിതത്തിനുള്ളിൽ ഇത് എഴുതാനും പാടാനും, നിങ്ങളിപ്പം ഡാൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഉള്ള കുട്ടികൾക്ക് അതിനൊക്കെ ഉള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും നമുക്കൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ ഉള്ളൊരു അവസരങ്ങൾ വളരെ കുറവായിരുന്നു അല്ലേ? ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു വലിയൊരു മോശമുള്ളൊരു രീതി എന്നുള്ള രീതിയിലായിരിക്കും പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരാളും പാട്ടുപാടി ഡാൻസ് എഴുതുക പോലും ചെയ്യുന്ന ഒരു അവസരങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. SK പൊറ്റക്കാട് കൾച്ചറൽ സെന്റർ ചെയർമാൻ AG ഗീത അധ്യക്ഷയായിരുന്നു. കൺവീനർ സരസമ്മ വെള്ളത്തൂവൽ, P ദിവാകരൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേനൽ ചൂടിൽ നഗരത്തിലെത്തുന്നവർക്ക് ആശ്വാസമായി മുൻ വർഷങ്ങളിലേതുപോലെ കാലിക്കറ്റ് സിറ്റി സർവീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സംഭാര വിതരണം ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ ബ്രാഞ്ച് പരിസരത്ത് സൊസൈറ്റി ചെയർപേഴ്സൺ പ്രീമ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ വർഷങ്ങളിലെന്ന പോലെ വേനൽ അവസാനം വരെ ദിവസവും 2000 പാക്കറ്റ് മിൽമയുടെ സംഭാരം വിതരണം ചെയ്യാനാണ് സംഘം തീരുമാനിച്ചിട്ടുള്ളതെന്ന് സൊസൈറ്റി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 16 വർഷമായി ഈ സേവനം നടത്തിവരുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് TM വേലായുധൻ, PA ജയപ്രകാശ്, അഡ്വക്കേറ്റ് A ശിവദാസ്, KT ബീരാൻകോയ, V സജീവ്, ജനറൽ മാനേജർ സാജു ജെയിംസ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാകേഷ് K, സംഘം ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ. വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്. സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ. ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി. മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDFിനൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി പങ്കുനി ഉത്രപൂജയും കാവടി പ്രദക്ഷിണവും നടത്തി. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം മുഖ്യപുരോഹിതൻ ബാലസുബ്രഹ്മണ്യ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഹാഗണപതി ഹോമം, വിഘ്നേശ്വര പൂജ, സുബ്രഹ്മണ്യ പൂജ, കാവടി പൂജ, പങ്കുനി ഉത്രപൂജ, പഞ്ചാമൃത നിവേദ്യം എന്നിവയും നടന്നു. കാവടി പ്രദക്ഷിണ പുറപ്പാട് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് തളി ക്ഷേത്ര കുളം ചുറ്റി തളി ശിവക്ഷേത്രം, തളി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം, തളി ബ്രാഹ്മണ സമൂഹമഠം, തളി റോഡ് വഴി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. വൈകിട്ട് നടന്ന കാവടി ഘോഷയാത്രയിൽ ഒട്ടേറെ ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അധ്യാത്മരാമായണ സപ്താഹ യജ്ഞം ആരംഭിച്ചു. AKB നായരാണ് യജ്ഞാചാര്യൻ. സപ്താഹ യജ്ഞം തളി മഹാകുംഭാഭിഷേക മഹായജ്ഞ കമ്മിറ്റി ചെയർമാൻ P ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. സപ്താഹ യജ്ഞം 8 വരെ നീളും. മാളവിക സുരേഷ് വളയനാടിന്റെ ഭരതനാട്യം, ധീമഹി പെർഫോമിംഗ് ആർട്സിന്റെ സെമി ക്ലാസിക്കൽ ഡാൻസ്, നിഹാര വിജേഷിന്റെ ഭരതനാട്യം, മേഘമൽഹാർ ഭക്തിഗാനസുധ, ഡോക്ടർ പൂജ നാരായണന്റെ സംഗീത കച്ചേരി എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അത്തോനി ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം കൊടിയേറി. മേൽശാന്തി പ്രാണബലത്തിലെത്ത ഹരീഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. ഏപ്രിൽ 2 മുതൽ 8 വരെയാണ് ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം. വിവിധ താന്ത്രിക ചടങ്ങുകളും കലാസാംസ്കാരിക പരിപാടികളും ഉത്സവ ദിവസങ്ങളിൽ നടക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും. കളംപാട്ട്, താലപ്പൊലി, തിറയാട്ടങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ. ഏപ്രിൽ 8-ന് ഗുരുതിയോടെ ഉത്സവം സമാപിക്കും.
ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ വ്യക്തി അധിക്ഷേപത്തിനിരയാകുന്ന ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകനല്ല താനെന്ന് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്. വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച അഡ്വക്കേറ്റ് നൂർബിന റഷീദ്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെയും അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ മോഹനപ്രിയയുടെയും സാന്നിധ്യത്തിൽ ജനകീയ സിംഹാസനത്തിലിരുന്ന് വോട്ടർമാർ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലെത്തുന്ന കോൺഗ്രസ് ദേശീയ നേതാക്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ പറയുന്നില്ലെന്ന് CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം. വേനൽ ചൂടിൽ നഗരത്തിലെത്തുന്നവർക്ക് ആശ്വാസമായി കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സംഭാര വിതരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.